All that scratching is making me itch. വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുമാർ. തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ താളി അരയ്ക്കുമ്പോഴത്തേക്കും ചേർക്കുന്ന സാധനങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അവധിയുള്ള ദിവസം ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് തല നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, താരൻ, ഇതൊക്കെ ഒരുവിധം ഫലപ്രദമാണ് ഇത് തേച്ചിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഇതിൽ ഞാൻ പറയുന്ന ഓരോ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ വേണമെങ്കിൽ തേക്കാം. അതല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓരോ ദിവസവും തേക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഒന്നിച്ചെല്ലാം കൂടി ചേർത്ത് ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കുകയാണ് ചെയ്യണം. അപ്പം ഓരോ സാധനങ്ങളായിട്ട് പറയാം. ഇത് ഉലുവയാണ്. ഉലുവ കുതിർത്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ കുതിർക്ക ഇടാൻ വേണ്ടി മറന്നുപോയി. മാത്രമല്ല ഇത് ഉലുവ കുറച്ച് പൊടിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം പൊടിച്ചതല്ല, പൊടിക്കാത്തതും കൂടെ ഇതിൻ്റെ കൂടത്തുണ്ട്. അപ്പോൾ ഉലുവ പൊടിച്ചിട്ടിടുന്നതായിരിക്കും നല്ലത്. അത് 1 സ്പൂൺ എടുത്തു. ഇത് നെല്ലിക്ക പൗഡറാണ്, നെല്ലിക്കയുടെ പൗഡർ. അത് ഇതേപോലെ തന്നെ 1 സ്പൂൺ കണക്കാക്കി. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തേക്കാം, ഓരോ ദിവസം ഓരോ സാധനമായിട്ട്. ഇല്ലെങ്കിൽ ഒരുമിച്ച് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കറിവേപ്പില, പേരയില, അടുത്തത് ചെമ്പരത്തിയില ഞാൻ അധികം ഇടാറില്ല. ചെമ്പരത്തി പൂവാണ് കൂടുതൽ ഇടുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ തലമുടി അത്രയ്ക്ക് എന്തോന്ന് പറയാൻ, ചകിരി പോലെ ആയിപ്പോവും ചെമ്പരത്തിയില കൂടുതലിട്ട. അതുകൊണ്ട് കൂടുതലും ചെമ്പരത്തി പൂവാണ് ഇടണം. മുടി നല്ല പറന്ന് കിടക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചെമ്പരത്തിയില ഇടാം. ചെമ്പരത്തി പൂവ് എത്ര ഇട്ടാലും അത് നല്ലതാണ്. പിന്നെ കറ്റാർവാഴയുടെ അകത്തുള്ള ജെല്ല് മാത്രമാണ് ഇടണം. ഇവിടെ സൈഡിലുള്ള അറുത്തെടുക്കുമ്പോഴത്തേക്കുള്ള മഞ്ഞക്കറ നന്നായിട്ട് അത് തുടച്ച് കളയോ അല്ലെങ്കിൽ കഴുകി കളയോ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ചിലർക്കൊക്കെ തലയൊക്കെ ചൊറിയും. ഇതിൽ പറയാത്തൊരു സാധനം കൂടിയുണ്ട്, സബോള അല്ലെങ്കിൽ വലിയ ഉള്ളി അല്ല, ചെറിയ ഉള്ളി ആയാലും മതി. ഏതെങ്കിലും ഒരു ഉള്ളി ഇവിടെ ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാച്ചി വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കാച്ചി വെളിച്ചെണ്ണയാണുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ഞാൻ തലയിൽ തേച്ചതിന് ശേഷമാണ് ഇതെല്ലാം അരച്ച് തലയിൽ തേക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടി വരൂല എന്ന് തോന്നുന്നു.
ഇതിപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഇതേപോലെ എടുത്തങ്ങ് തലയിൽ തേക്കാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിലെ തരികളെല്ലാം തലയോട്ടിയിൽ ഒട്ടിയിരിക്കും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് തലമുടി ഉണങ്ങിയതിന് ശേഷം ഒരു ചീർപ്പ് കൊണ്ട് അത് ചീക്കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമുക്കൊരു തോർത്തോ ഇല്ലെങ്കിൽ അരിപ്പിലോ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ജ്യൂസ് മാത്രം തലയിൽ തേച്ചാലും മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.